ഹായ് പ്രിയരെ, നമസ്കാരം. ഇത് ഒരു വിയറ്റ്നാം എയർലി പ്ലാവാണ്. തണ്ടിനധികം മണ്ണൊന്നും വെച്ചിട്ടില്ല. ഞാൻ വെച്ചിട്ടിപ്പോൾ ഒരു 2.5 വർഷം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ 2.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 5 ചക്ക ഉണ്ടായി. അത് മണ്ണിനോട് ചേർന്ന് മുട്ടിയാണ് കിടക്കുന്നത്. മണ്ണിനോട് ചേർന്നാണ് കിടക്കുന്നത്. അത് ഈ ചക്ക താങ്ങാനായിട്ടുള്ള ഒരു ശേഷി ഈ കമ്പുകൾക്ക് വന്നിട്ടില്ല. അപ്പോൾ രാവിലെ എന്നും വന്ന് നോക്കുന്ന പോലെ വന്ന് നോക്കിയതാണ് ഞാൻ. പക്ഷേ എൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ല സ്മെല്ലാണ്. ചക്ക പഴുത്തതിൻ്റെ നല്ല മണം. അതായത് നമ്മൾ സാധാരണ ഒരു സ്മെല്ല് പോലെയല്ല, അപാര സ്മെല്ലാണ്. അപ്പോൾ ആ ചക്ക എടുത്തിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ തന്നെ അത് മുറിച്ചു. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമാണ്. ആദ്യമായിട്ടുണ്ടായ ചക്കയാണ്. ഇതെങ്ങനെ, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും, മധുരം ഉണ്ടാവുമോ, ചുളകൾ അധികം ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ട്. എങ്കിലും സന്തോഷത്തോടുകൂടി പറിച്ചുകൊണ്ട് വരികയാണ്. ഇനി വീട്ടിൽ പോയിട്ടൊന്ന് മുറിക്കണം. ഞാൻ വീട്ടിൽ വെച്ച് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് തന്നെ അത് മുറിക്കാൻ പോവുകയാണ്. വളരെ ആകാംക്ഷയുണ്ട്, എന്താണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്, എത്ര മധുരം ഉണ്ടാവുമോ എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തോട് തന്നെ മുറിക്കുകയാണ്. അപ്പോൾ മുറിച്ചു കഴിഞ്ഞു. തിരക്കേടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചുളകൾ കുറവൊന്നുമില്ല. ഞാൻ ആദ്യത്തെ ചുള കഴിക്കുകയാണ്. നല്ല മധുരമുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല, അതിനേക്കാൾ നല്ല മധുരമാണ്. നല്ല തേൻ്റെ മധുരം പോലെ മധുരം അനുഭവപ്പെടുന്നു. നല്ല ടേസ്റ്റുമാണ് ചക്കയ്ക്ക്. അപ്പോൾ അത് വിശദമായിട്ടൊന്ന് മുറിക്കട്ടെ. 4 പീസാക്കണം. എന്നിട്ട് ചുളകളെല്ലാം പറിച്ച്, അപ്പോൾ ഈ ഒരു ചുള കഴിക്കാനായിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു അതിഥി ഉണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞാവ, എൻ്റെ മകൻ്റെ കുട്ടി. വാവക്കുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വാവക്കുട്ടിക്ക് ഒരു ചുള കൊടുക്കാൻ പോവാണ്. വാവക്കുട്ടി കൈ നീട്ടി വാങ്ങിക്കുകയാണ്. വാവക്കുട്ടിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് കണ്ട് അതിൻ്റെ ഉള്ളിൽ നോക്കിയ തിങ്ങി നിറഞ്ഞ ചുളയാണ്. നല്ല നിറവുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപാര സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞാവ് ഇടയ്ക്കൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പാത്രത്തിൽ നിന്ന്. ഞാനും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് കഴിച്ചിട്ട് മതിയാവുന്നില്ല, അത്ര നല്ല മധുരം. ഏതായാലും എല്ലാവരും നിങ്ങൾ ഈ ഒരു പ്ലാവ് വീട്ടിൽ നടുക കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്